ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഉക്രൈൻ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നിരീക്ഷകർ കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു ഉന്നതതല സംഘം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പലരും ഈ സംഭവത്തെ കാണുന്നത്. കാരണം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇപ്പോൾ ലോകത്തിന് ഏക പ്രതീക്ഷ ഇന്ത്യയിലാണെന്ന് പറയേണ്ടി വരും. ലോകം മുഴുവൻ സമ്മർദ്ദം ചെലുത്തിയത് ഇന്ത്യക്കും ചൈനയ്ക്കും മുകളിലാണ്. കാരണം റഷ്യയോട് ഏറ്റവും അടുപ്പമുള്ള രണ്ട് രാജ്യങ്ങളെന്ന നിലയ്ക്കാണ് ഇന്ത്യയെയും ചൈനയെയും കാണുന്നത്. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചിരകാല സൗഹൃദങ്ങൾക്ക് അപ്പുറമായി പല കാര്യങ്ങളും ഇത്തവണ ചർച്ചയ്ക്കുണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു. സാധാരണഗതി ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ സന്ദർശനം നടത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് സൈനികപരമായ കരാറുകൾക്കാണെങ്കിൽ ഇത്തവണ അതിനപ്പുറമായ ചില കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം യുദ്ധത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന, യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുള്ള, യുദ്ധത്തിൽ ഉഴലുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിട്ടുള്ള സഹായങ്ങളോ അത്തരത്തിലുള്ള നീക്കുപോക്കുകളോ ഇന്ത്യയുമായി ഇപ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഈ ദിവസം കൂടി ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി റഷ്യയിലെത്തിയ അതേ ദിവസം തന്നെ ഏതാണ്ട് 37 കുട്ടികൾ, അവിടെ കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി റഷ്യ ബോംബ് ചെയ്യുകയും അതിൻ്റെ ഫലമായി ഏതാണ്ട് 37ഓളം കുട്ടികൾ മരിക്കുകയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരികയാണ്. അതൊരു വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം റഷ്യയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനത്തെ എന്തായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സെലൻസ്കി, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വിമർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നടപടി ഒട്ടും ശരിയായില്ല എന്നും മാത്രമല്ല ഇത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള തരത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്തായാലും ചിരകാല സുഹൃത്തായ റഷ്യയെ ഒറ്റപ്പെടുത്തുവാൻ ഇന്ത്യ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ അറിയിക്കുന്നത്. കാരണം പല തരത്തിൽ യുദ്ധ സമയത്ത് തന്നെ ഇന്ത്യ റഷ്യയെ സഹായിച്ചിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഉദാഹരണം, പാശ്ചാത്യ ശക്തികൾ വലിയ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യ തമ്മിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലുള്ള വാണിജ്യം ഏറ്റവും ഉയരത്തിലെത്തിയത് ഈ യുദ്ധസമയത്താണെന്ന് പറയേണ്ടി വരും. ഏതാണ്ട് 67 ബില്യൺ എമൗണ്ട് ക്രൂഡ് ഓയിൽ എക്സ്ചേഞ്ച് നടന്നായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അത്രയും വലിയ തുകയ്ക്കുള്ള ഒരു സഹായം, ഒരു എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിന്നുണ്ടാവുക എന്ന് പറയുമ്പോൾ യുദ്ധത്തെ അനുകൂലമായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പോലെ ചൈനയും റഷ്യയും ഇന്ത്യയും റഷ്യയുമായി എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഈ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് ഇന്ത്യക്കാണ് എന്ന് ലോകമൊട്ടാകെ വിലയിരുത്തപ്പെടുന്നു. അപ്പം നേരത്തെ ചൈനയുടെ ഷീ ജിൻപിങ് അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ചൈനയിലെ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച റഷ്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ആളേക്കാൾ താഴ്ന്ന പൊസിഷനിലുള്ള, താഴ്ന്ന നിലയിലുള്ള ഒരു നേതാവാണ്. അപ്പോൾ കുറെ കൂടി ഒരു പ്രാധാന്യം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്, ചില ചിഹ്നങ്ങളാണ്. ആര് സ്വീകരിക്കുന്നു, ആരാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയെ അവിടെ എത്തുമ്പോൾ സ്വീകരിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യക്ക് നൽകുന്ന പ്രാധാന്യം ഒരുപക്ഷെ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞാൽ അടുത്ത ഒരുപക്ഷെ റഷ്യയിലെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള അവരുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയത് എന്നുള്ള കാര്യം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് നേരത്തെ സെലൻസ്കിക്ക് വാക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ആ വാക്ക് പാലിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏവരും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. മാത്രമല്ല, നേരത്തെ പരോക്ഷമായി റഷ്യയെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്നുള്ള തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ തന്നെയുള്ള ധാരാളം ആളുകൾ ചില ഏജന്റുകളുടെ കെണിയിലൊക്കെ അകപ്പെട്ട് റഷ്യൻ പട്ടാളത്തിൻ്റെ ഭാഗമായി ഉക്രൈനിൽ യുദ്ധം ചെയ്യാനുണ്ടായിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. അതിൽ 2 പേര് നേരത്തെ മരിച്ചിരുന്നു. അത് റിപ്പോർട്ടുകൾ വന്നു. അതിനുശേഷം ഇത് വലിയ ഇന്ത്യയിൽ വളരെ വിവാദമാവുകയും ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അത്താഴ വിരുന്നിൽ ഈ പ്രശ്നം റഷ്യയോടൊപ്പം ഉന്നയിക്കുകയും ഒടുവിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം അവിടെയുള്ള പട്ടാളക്കാരെ തിരിച്ചയക്കുവാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവശ്യപ്രകാരം റഷ്യ അനുകൂലമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും ഏജന്റുമാരുടെയൊക്കെ കെണിയിലകപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ എത്തുന്നത്. ഏതാണ്ട് 20,000-ഓളം ആളുകൾ അവിടുത്തെ പട്ടാള
പട്ടാളത്തിൻ്റെ ഭാഗമായി റഷ്യയിലുണ്ട്, ഉക്രൈനിൽ ഈ യുദ്ധമുഖത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. എന്തായാലും ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ പല തരത്തിലുള്ള ബന്ധങ്ങൾ, വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ തന്നെ പറയുന്നു, നമ്മൾ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് സഹായകരം ആകും എന്നുള്ളതാണ്. റഷ്യയെ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ അവിടെ ഒരു മേൽക്കൈ സംഭവിക്കുക ചൈനയ്ക്കാണ് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, യുറേഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിലനിൽപ്പും സുസ്ഥിരതയും വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇന്ത്യ ലോകത്തോട് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ നിലനിൽപ്പും റഷ്യയുടെ പുരോഗതിയും തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. കാരണം റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്തനായ ഒരു സുഹൃത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോൾ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ നൽകിക്കൊണ്ടാണ്. അത് 2019 പ്രഖ്യാപിച്ചതാണ്, ഇപ്പോൾ അത് നൽകുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൽ അദ്ദേഹം അവിടെയുള്ള ഇന്ത്യൻ വംശജരുടെ പ്രതിനിധികളെ കാണുന്നുണ്ട്, ധാരാളം സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തുന്നു. പക്ഷേ ഈ സന്ദർശനമൊക്കെ നടക്കുമ്പോൾ റഷ്യ അതിശക്തമായ ആക്രമണം ഉക്രൈനിൽ നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ലോകത്തെ നേതൃത്വങ്ങൾ വിലയിരുത്തുന്നത് ഇത് റഷ്യ ഇന്ത്യയുടെ ആത്മാർത്ഥതയെ അളക്കാനുള്ള ഒരു അവസരമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും ഉയർത്തപ്പെടുന്നുണ്ട്. കാരണം ഈ ആക്രമണമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെ ഇന്ത്യ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ വാർത്തകൾ വരുന്നത് റഷ്യ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു കുട്ടികളുടെ ആശുപത്രി ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉക്രൈനിലെ. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഈ ആക്രമണത്തെ എല്ലാവരും അപലപിക്കുമെന്നുള്ള കാര്യത്തിലുള്ള സംശയം വേണ്ട. അവിടെ ഇന്ത്യയുടെ നിലപാട് എന്താണത് എന്നുള്ളത് ഏവരും ആകുലതയോടുകൂടി ഏവരും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോയിന്റ് പ്രസ് മീറ്റ് അല്ലെങ്കിൽ രണ്ട് ലോക നേതാക്കന്മാരും ചേർന്നുകൊണ്ടുള്ള ഒരുമിച്ചുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടാകുമോ എന്ന് പോലും ഇപ്പോൾ സംശയമുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ റഷ്യയുടെ ഉക്രൈൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ട്. ആ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണം എന്ന് ഉള്ള നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അതേസമയം തന്നെ പാശ്ചാത്യ ശക്തികളുടെ ഇംഗിതത്തിനനുസരിച്ച് റഷ്യ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റഷ്യയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു മാറ്റത്തെ ഇന്ത്യ ഒരു കാരണവശാലും അംഗീകരിക്കുവാനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യ റഷ്യയുടെ പതനത്തെക്കാൾ ആഗ്രഹിക്കുന്നത് വളരെ മികച്ച സൗഹൃദത്തിൽ പോകുന്ന നല്ല ശക്തനായ ഒരു റഷ്യൻ ഭരണാധികാരിയെയും ആണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, ഇതിനോടകം തന്നെ പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. റഷ്യ ഉക്രൈനിൽ ആണവായുധം വർഷിക്കുന്നത് വരെ ആലോചിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തകളുണ്ട്. ഏതാണ്ട് 58ഓളം രാജ്യങ്ങൾ പറയപ്പെടുന്നത് ഏതാണ്ട് 58ഓളം രാജ്യങ്ങൾ പലതരത്തിൽ ഇൻഡയറക്റ്റ്ലി ഫൈറ്റിംഗ് എഗനിസ്റ്റ് റഷ്യ എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകിൽ അത് ഉക്രൈനോട് ചേർന്ന് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ക്രിമിയ പോലെയുള്ള മറ്റ് പ്രദേശങ്ങളെ സഹായിച്ചുകൊണ്ടോ പലതരത്തിൽ പല പാശ്ചാത്യ ശക്തികളുടെ ഇംഗിതത്തിനനുസരിച്ച് മറ്റു പല രാജ്യങ്ങളും റഷ്യക്കെതിരെ അണിനിരക്കുന്നുണ്ട് എന്ന് റഷ്യൻ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഒരുപക്ഷെ ആണവായുധം വരെ ഉക്രൈനെതിരെ ഉപയോഗിച്ചേക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഇന്ത്യക്കും ചൈനയ്ക്കും കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിൽ ചില രാജ്യങ്ങൾ തന്നെ അമേരിക്കയുടെ ചില പ്രതിനിധികൾ തന്നെ അത് തുറന്നു പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യ സന്ദർശനം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വളരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. കാരണം രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോൾ നരേന്ദ്രമോദി റഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്, പ്രാദേശികമായി ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് മണിപ്പൂരിൽ സന്ദർശിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇപ്പം നരേന്ദ്രമോദി പലപ്പോഴും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ആ പശ്ചാത്തലത്തിലാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് വളരെ നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർശനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ചില റിസൾട്ടുകൾ ഒരുപക്ഷെ ഈ സന്ദർശനത്തിന് ശേഷം എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്ന ചില മെച്ചം ഈ സന്ദർശനം കൊണ്ട് ഉണ്ടാക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സൈനികപരമായി വലിയ തരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ഇടപാടുകൾക്കുള്ള സാധ്യത കുറവാണ് എങ്കിലും രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചില മെമ്മോറാണ്ടംസ്
ചില എക്സ്ചേഞ്ചുകൾ, ചില ഉടമ്പടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏത് അർത്ഥത്തിലും ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടുന്ന, ഒരുപക്ഷെ ഈ സമ്മേളനം കഴിഞ്ഞ് ഈ രണ്ടുപേരുടെയും മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു വാർത്ത വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. കാരണം റഷ്യയ്ക്ക് മുകളിൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. നമ്മൾ ആലോചിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നേവൽ ശക്തിയായിരുന്നു റഷ്യ എന്നുള്ളത്. ആ ഏറ്റവും വലിയ നേവൽ ശക്തികളിൽ ഒന്നായ റഷ്യയുടെ ഏതാണ്ട് 58ഓളം നേവൽ ഷിപ്പുകളിലും വാർഷിപ്പുകളും ഒക്കെയാണ് ഈ അടുത്ത കാലത്തായിട്ട് നശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൈനികപരമായി തന്നെ വളരെ വലിയ വെല്ലുവിളി റഷ്യ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സന്ദർശനം നടത്തുന്നത് എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. കാരണം ഏതർത്ഥത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ടയാണ്. അതുപോലെ തന്നെ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ ഈ പ്രശ്നത്തിലൂടെ പരിഹാരം കാണണമെന്ന് റഷ്യയും ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ധാരാളം വലിയ വെല്ലുവിളികൾ പാശ്ചാത്യ രാജ്യത്തു നിന്ന് ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പരോക്ഷമായി റഷ്യയ്ക്ക് എതിരായി അണിനിര നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം തീർച്ചയായും ഇത് അവസാനിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയേറ്റർ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ത്യ അത് ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ വലിയ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ അത്ര വലിയ ഗണ്യമായ വർധനവ് ഉണ്ടായില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ അതും വലിയ ഒരു വിഷയമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, ഏജന്റുമാർ മുഖാന്തരം അവിടെ എത്തിയ പട്ടാളക്കാരെ തിരിച്ചയക്കുന്നു എന്നുള്ള വാർത്ത ഒരു ശുഭകരമായ വാർത്ത ഒരുപക്ഷെ നരേന്ദ്രമോദി നേട്ടമായി ഈ സന്ദർശന ശേഷം അവതരിപ്പിക്കും. കാരണം അതൊരു വലിയ തരത്തിലുള്ള വിമർശനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്തായാലും ഈ സന്ദർശനം വളരെ ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഉക്രൈൻ സംഭവത്തിൽ ഒരു ഏറ്റവും വലിയ മധ്യസ്ഥം വഹിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതൃത്വ രംഗത്തുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ റഷ്യയിൽ എത്തിയിട്ടുള്ളതെന്നും മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേതാക്കന്മാർ പുടിനും മോദിയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും പൊതുവെ ആഗോള രംഗത്തെ മാധ്യമങ്ങൾ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഇനി ഏതാനും നിമിഷങ്ങൾ, 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ അന്തിമ ഫലങ്ങൾ വ്യക്തമാകും. തീർച്ചയായിട്ടും നല്ല വാർത്തകൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.